ഫസ്മിന ലല്ലു അറിയാത്ത മലയാളികളായ ആരും തന്നെ ഇല്ല. ഇന്ന് തെളിവുകളുമായി ലല്ലുവാണ് എന്നോടൊപ്പം. നമസ്കാരം. ലൈഫിൽ നിന്ന് ഞാനാണ് ഫസ്റ്റിനെ എടുത്ത് മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്. പിന്നെ എന്തിനാ പ്രണയിച്ചത്? സംഗതി കുഴപ്പിക്കാൻ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ? ഞാൻ അജിന്റെ കുട്ടിയാണ് എന്റെ വയറ്റിൽ കിടക്കുന്നത്, ഞങ്ങൾ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ബ്രോ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുമോ? തൊപ്പി ബൈസെക്ഷലാണ്. നിന്നോട് പറഞ്ഞത് തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് മനസ്സറിഞ്ഞിട്ട് ഇഷ്ടമല്ല തോന്നി, ഒരു സെന്റിമെന്റ്സ് തോന്നി, ഒരു സഹതാപം തോന്നി. എന്നിട്ട് അവള് വിളിക്കുമ്പോഴും അവളെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ, അവള് വിളിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ അവളെ പിക്ക് ചെയ്യാൻ, ഇതിനൊക്കെ ഞാൻ അവളെ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല അവളായിട്ട്. ഒരു ഫീലിങ്സ് എന്ന സംഭവം എനിക്ക് അവളെ ഒരു പാട്ടിലും നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയ്യോ അങ്ങനെ പറയില്ലേ, വലിയ മഹാനല്ലേ ഇദ്ദേഹം. ഉള്ള ഓപ്പൺ ആയിട്ട് പറയാലോ, ഒരു ബോഡി പാർട്ടിൽ നോക്കിയിട്ട് ഒരിക്കലും ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. ബ്രോക്ക് അറിയോന്ന് അറിയത്തില്ല, ബാങ് എന്നിട്ടൊരു മിഠായി ഉണ്ട്. അവള് ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ജ്യൂസിൽ ഈ ബാങ് മിഠായി കലക്കിയിട്ട്, ജോയിന്റിന്റെ മിഠായിയാണ് അത് കലക്കിയിട്ട് എനിക്ക് തന്നെ. എനിക്ക് തന്നിട്ട് ഞാൻ തലക്ക് എനിക്ക് എന്തോ മാതിരിയായിട്ട് അന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവളായിട്ട് ഇന്റിമേറ്റ് ആണ്. കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ലെങ്കിലും പറയാമായിരുന്നു. അല്ല, ഈ ബാങ്ക് കലക്കി തരുന്ന സമയത്തെ ഇതിങ്ങനെ ഒരു സാധനമാണ്, ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ലല്ലോ, അത് അത്രയ്ക്ക് അറിയാതിരിക്കാൻ ലല്ലു പൊട്ടനായിരുന്നു. പക്ഷെ നിക്കാഹിന് ശേഷം ഞാൻ അങ്ങനെ ഒരു പരസ്ത്രീ ബന്ധത്തിൽ പോയിട്ടില്ല. ഞാൻ അത്രക്കാരൻ